ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് കരുത്തരായ FC ബാഴ്സലോണ ഏഷ്യൻ ടൂറിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. കളിച്ച 3 മത്സരങ്ങളിലും ഗംഭീര വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ജോയൻ ഗാംബർ ട്രോഫിയിൽ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയാണ് അവരുടെ എതിരാളികൾ. അതിനുശേഷം ലാലിഗയിലാണ് FC ബാഴ്സലോണ കളിക്കുക. ഏതായാലും ബാഴ്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഖനം ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താരങ്ങളുടെ ജേഴ്സി നമ്പറുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് സ്പോർട്ട് നൽകിയിട്ടുള്ളത്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഉടൻ തന്നെ താരങ്ങളുടെ ജേഴ്സി നമ്പറുകൾ മുഴുവനായിട്ടും അനൗൺസ് ചെയ്യാൻ ഇപ്പോൾ FC ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനിയും താരങ്ങളെ രജിസ്റ്റർ ചെയ്യാനുണ്ട്. രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ജേഴ്സി നമ്പറുകളുടെ കാര്യത്തിലുള്ള ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരികയുള്ളൂ. ലാമിൻ യമാൽ FC ബാഴ്സലോണയുടെ 10ാം നമ്പർ ജേഴ്സി എടുത്തിട്ടുണ്ട്. അത് കൺഫേം ആയ കാര്യമാണ്. റാഷ്ഫോർഡ് 14ാം നമ്പറും എടുത്തിട്ടുണ്ട്. അതും കൺഫേം ആയ ഒരു കാര്യമാണ്. ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യ ഏഷ്യൻ ടൂറിൽ 1ാം നമ്പർ ജേഴ്സിയാണ് അണിഞ്ഞിരുന്നത്. പക്ഷേ ടെർ സ്റ്റീഗൻ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു നമ്പർ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗാർഷ്യക്ക് മറ്റൊരു ജേഴ്സി ചൂസ് ചെയ്യണം. സാധാരണ ഗോൾ കീപ്പർമാർ 12ാം നമ്പർ ജേഴ്സി തിരഞ്ഞെടുക്കാറുണ്ട്. ഇനാക്കി പെന പോവുകയാണെങ്കിൽ 13ാം നമ്പർ ജേഴ്സി എടുക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഷെസ്നി 25ാം നമ്പറിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. കഴിഞ്ഞ സീസണിലും അദ്ദേഹം ആ ഒരു ജേഴ്സി തന്നെയായിരുന്നു അണിഞ്ഞിരുന്നത്. റൂണി ബാർഗി റിസർവ് ടീമിലെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ടീമിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ 19ാം നമ്പർ ജേഴ്സി ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. നിലവിൽ 12, 18, 22 നമ്പറുകൾ ലഭ്യമാണ്. ജെറാർഡ് മാർട്ടിൻ 18ാം നമ്പർ ജേഴ്സി എടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. നേരത്തെ ജോർദി ആൽബ അണിഞ്ഞിരുന്ന ഒരു ജേഴ്സിയാണ് 18ാം നമ്പർ ജേഴ്സി. മാർക്ക് ബേണൽ മറ്റൊരു ജേഴ്സി നമ്പർ തിരഞ്ഞെടുക്കേണ്ടി വരും. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും പുതിയ താരങ്ങളെ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ താരങ്ങളെ വിൽക്കാൻ ഇപ്പോൾ ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.